ഇതാണ് നറുനീണ്ടി. ഇത് പടർന്നു പിടിക്കുന്ന ഒരു സസ്യമാണ്. തൊടിയിൽ നിന്ന് ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല സുഗന്ധമാണ്. ഇതിൻ്റെ വേരാണ് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ശരീരത്തിൻ്റെ ചൂട് ശമിപ്പിക്കാൻ ഇതിൻ്റെ വേരിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. മൂത്രാശയ രോഗങ്ങൾക്കും ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറാൻ ഇത് വളരെ ഉത്തമമാണ്. നറുനീണ്ടി കൊണ്ട് നമുക്കൊരു ശീതള പാനീയം ഉണ്ടാക്കിയാലോ? നറുനീണ്ടിയെ ചതച്ചിടണം. അതായത് നറുനീണ്ടിയുടെ വേര് ചതച്ചിട്ട വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കണം. 1 കിലോ പഞ്ചസാരയ്ക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ആദ്യം നമ്മൾ നറുനീണ്ടി കുറുക്കി വെച്ചതെടുത്ത് ഈ പഞ്ചസാര കുറുക്കി വെച്ചതിലേക്കിട്ട് രണ്ടും കൂടി വീണ്ടും ഒന്നുകൂടി തിളപ്പിച്ച് കുറുക്കണം. ഇങ്ങനെ കുറുക്കിയ സാധനം തണുപ്പിച്ചിട്ട് അത് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് നമുക്ക് അല്പം നാരങ്ങാനീരും വെള്ളവും ചേർത്ത് ഉപയോഗിക്കാം. നറുനീണ്ടി ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കുടിച്ചാലേ ചൂടുകുരു, മൂത്രാശയ സംബന്ധമായ രോഗങ്ങളും ഉദര രോഗങ്ങളും ഒക്കെ മാറുന്നതാണ്. ഇത് മുരിങ്ങയില. വിറ്റാമിൻ സിയും കാൽസ്യവും അയണും പൊട്ടാസ്യവും ഒക്കെ ധാരാളം മുരിങ്ങയില അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയില ശേഖരിച്ച് നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചാൽ അത് കുറേശ്ശെ എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് തണുക്കുമ്പോൾ നമുക്ക് കുടിക്കാം. വൈറ്റമിൻ എ ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് തോരനൊക്കെ വെച്ച് കഴിച്ചാൽ മുരിങ്ങയില തോരനൊക്കെ വെച്ച് കഴിച്ചാൽ കണ്ണിന് വളരെ നല്ലതാണ്. അയൺ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അനീമിയ പോലുള്ള രോഗങ്ങളുമൊക്കെ മാറും. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനുമൊക്കെ ഇത് നല്ലതാണ്. ഇത് ചെറുപ്പം നിലനിർത്തും എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരത്തിലെ ചുളിവുകൾ മാറ്റുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് മുരിങ്ങയില കൊണ്ട് ഒരു കുടിവെള്ളം തയ്യാറാക്കാം. അതിനായി കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക. അതൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മുരിങ്ങയില എടുത്ത് അടർത്തിയത് ഇടുക. മുരിങ്ങയില ഇട്ടതിന് ശേഷം നമ്മൾ ഒരു പാത്രം കൊണ്ട് അത് മൂടി വയ്ക്കണം. കുറേ സമയം കഴിഞ്ഞ് ആ മൂടി തുറന്ന് അതിൽ നിന്ന്, അതായത് അത് തണുത്തതിന് ശേഷം ആ മൂടി തുറന്ന് അതിൽ നിന്ന് നമ്മൾ മുരിങ്ങയില എടുത്തു മാറ്റണം. അപ്പോൾ നമ്മൾ ഈ വാഴയിലയൊക്കെ വാട്ടിയില്ലേ, അതുപോലെ ഇരിക്കും മുരിങ്ങയിലയുടെ നിറം. അപ്പോൾ ആ മുരിങ്ങയില മാറ്റിയതിന് ശേഷം ആ തണുത്ത വെള്ളം നമ്മൾ കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമ്മൾ കുടിവെള്ളത്തിൽ ഇതുപോലെ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ആരോഗ്യം ഉണ്ടാക്കും. ഇതാണ് തഴുതാമ. ഇതിൻ്റെ ഇലകൾ വളരെ ചെറുതാണ്. ഇതിൻ്റെ വേരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇലയും ഇതും സമൂല ഇടിച്ച് ചതച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് മൂത്രത്തിൽ പഴുപ്പ് പൂർണ്ണമായിട്ടും മാറാൻ സഹായിക്കുന്ന ഒന്നാണ്. കൂടുതലായും വേരാണ് ഉപയോഗിക്കുന്നതെങ്കിലും മൂത്രത്തിൽ പഴുപ്പ് വേഗത്തിൽ മാറാൻ വേണ്ടി ഇത് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു ഔഷധമാണ് ഈ തഴുതാമ. അതുപോലെ തന്നെ ഇത് കുടിവെള്ളം ഇട്ട് എപ്പോഴും കുടിക്കുന്നത് ശരീരത്തിൻ്റെ തളർച്ച മാറാൻ സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കാറുണ്ട്. വൃക്ക രോഗങ്ങൾക്ക് ശമനം കിട്ടുന്നതിനും ഇതിൻ്റെ വെള്ളം കുടിക്കാറുണ്ട്. നമുക്ക് പേരയില കൊണ്ടൊരു കുടിവെള്ളം തയ്യാറാക്കിയാലോ? കുറച്ച് വെള്ളം എടുത്ത് വെട്ടി തിളപ്പിച്ച് അതിലേക്ക് പേരയില ഇട്ട് അടച്ചു വയ്ക്കുക. അതിനുശേഷം അത് തണുക്കുമ്പോൾ പേരയില അതിൽ നിന്ന് എടുത്തു മാറ്റുക. ഈ വെള്ളം കുടിക്കുന്നത് ക്ഷീണം മാറാൻ വളരെയധികം സഹായിക്കുന്നതാണ്. കഴിക്കുന്ന ഭക്ഷണത്തെ വേഗത്തിൽ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പനി, ജലദോഷം, ഗ്യാസ് സംബന്ധമായ എന്ന അസുഖങ്ങളൊക്കെ മാറാൻ വളരെ നല്ലതാണ്. ഛർദിൽ പോലുള്ള അസുഖങ്ങൾ കുട്ടികൾക്ക് വരുമ്പോഴേ അവർ അല്പം ഇഞ്ചി എടുത്ത് ചതച്ച് അതിൻ്റെ നീരെടുത്ത് തെളിയൂറ്റി അല്പം ഉപ്പും ചേർത്ത് കൊടുത്താൽ അവരുടെ ഛർദിൽ വേഗത്തിൽ മാറും. വാതസംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിനും ഇഞ്ചിയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്.